പ്ലീസ് മിനിസ്റ്റർ, പ്ലീസ് 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 ബഹുമാനപ്പെട്ട പ്ലീസ് മിനിസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണം. സർ, അവിടെ ആള് സംസാരിക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലൻ അവതരിപ്പിച്ച ബജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 1-2 തീയതികളിൽ കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും അവതരിപ്പിക്കുകയുണ്ടായി. ഈ 2 ബജറ്റുകളും നമ്മുടെ നാട് കേട്ടു. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ക്രിയാത്മകമായ ഒരു നിർദ്ദേശവുമില്ലാത്ത കോർപ്പറേറ്റുകളെ താലോലിക്കുന്ന ബജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്നതാണ് സംസ്ഥാന ബജറ്റ്. ആഗോളവൽക്കരണ നവലിബറൽ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ബജറ്റ് വന്നതെങ്കിൽ ജനകീയ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബാലഗോപാലൻ ഇവിടെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്രത്തിലെ ബജറ്റ് പല മേഖലകളെയും അവഗണിച്ചു. പ്രത്യേകിച്ച് കാർഷിക മേഖല വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. ഇതിപ്പോൾ വീണ്ടും കൃഷിക്കാർ ഡൽഹിയിൽ സമരം ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലയിലേക്ക് മാറുന്നു. ഇതാണ് കേന്ദ്ര ബജറ്റിൽ പ്രതിഫലിച്ചത്. എന്നാൽ സംസ്ഥാനം കൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി 1698 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ കൃഷിക്കാരനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റബ്ബറിന് വിലയില്ല എന്നതാണ്. നാണ്യവിളകളുടെ കൂട്ടത്തിൽ റബ്ബർ കൃഷിക്കാരൻ പാപ്പരീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. മലയോര കൃഷിക്കാർ വലിയ തകർച്ചയിലാണ്. അതിന് ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സംസ്ഥാനം 150 രൂപ തറവില നിശ്ചയിച്ച് റബ്ബർ കൃഷിക്കാർക്ക് ചെറിയൊരാശ്വാസം, വലിയതാണെന്ന് പറയുന്നില്ല, ചെറിയൊരാശ്വാസം നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സംവിധാനത്തെ തകർക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിലെ നിലപാട്. ഇത്തവണയും പൊതുമേഖല ഓഹരി വിൽപ്പനയുടെ 50,000 കോടി രൂപ സമാഹരിക്കാൻ അവർ നിശ്ചയിച്ചപ്പോൾ നമ്മുടെ കേരളം പൊതുമേഖലയെ സംരക്ഷിക്കുന്നു, ലാഭകരമാക്കുന്നു. എന്നാൽ കുറച്ച് പ്രതിസന്ധിയിലായ ബുദ്ധിമുട്ടുന്ന KSRTCക്ക് 1120 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രം സഹകരണ മേഖലയെ തകർക്കുന്നു. സംസ്ഥാന വിഷയമാണെങ്കിലും കേന്ദ്രത്തിൻ്റെ നിലപാട് സഹകരണത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി സംസ്ഥാനങ്ങളുടെ മേലെ കടന്നുകയറ്റം നടത്തുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 134.42 കോടി രൂപ സഹകരണ മേഖലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നീക്കിവെക്കുന്നു. തൊഴിലാളി ക്ഷേമം എന്നത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയിലേ ഇല്ല. അവരുടെ ബജറ്റിൽ അങ്ങനെ ഒരു വാക്ക് പോലുമില്ല. അത് മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടാണ്. തൊഴിലാളികളെ എല്ലാ അർത്ഥത്തിലും അവർ ഉപേക്ഷിക്കുന്നു. എന്നാൽ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി 464.44 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നീക്കിവെക്കുന്നു. പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, SC ST തുടങ്ങിയ മേഖല. ഇതിലെല്ലാം തുക വെട്ടിക്കുറക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന്, അതുപോലെ തന്നെ പട്ടികജാതിക്ക്, വർഗത്തിന് തുടങ്ങിയ എല്ലാ വിഭാഗത്തിനും നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് പരമാവധി തുക ബജറ്റിൽ വകയിരുത്തുന്നു. ഇവിടെ പ്രതിപക്ഷ പാർട്ടിയുടെ MLA-മാരിൽ ഒരാളെങ്കിലും കേന്ദ്ര ബജറ്റിലെ ഈ ജനവിരുദ്ധ നടപടികൾക്കെതിരായി ഒരു അക്ഷരം പറഞ്ഞില്ല. അവർ സംസ്ഥാന ബജറ്റിനാണ് കടന്നാക്രമിക്കുന്നത്. ഇത് സംസ്ഥാന താല്പര്യമല്ല എന്നത് എല്ലാവർക്കും മനസ്സിലാവും. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? സംസ്ഥാന ഗവൺമെൻറ് അടുത്ത 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടി രൂപ സമാഹരിച്ച് ഈ കേരളത്തെ ആധുനിക വികസിത കേരളമാക്കി മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നവകേരള സൃഷ്ടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ടൂറിസം മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഇതിനെല്ലാം വൻ കുതിപ്പുണ്ടാക്കുക. അതുവഴി കേരളത്തെ കൂടുതൽ
വികസിത കേരളമാക്കി മാറ്റുക. കേന്ദ്രം വളരെ ബോധപൂർവം രാഷ്ട്രീയ കാരണത്താൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷം നിങ്ങൾ ഒരക്ഷരം അക്കാര്യത്തിൽ പറയുന്നില്ലെങ്കിലും അതാണ് വസ്തുത എന്നത് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ടുന്ന ഗ്രാൻഡ്, നികുതി വിഹിതം ഇതെല്ലാം വിവേചനപരമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 57,000 കോടി രൂപ ഈ വർഷം കേന്ദ്രത്തിൻ്റെ നടപടി മൂലം കുറഞ്ഞിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ അറിയാം, 100 രൂപ വിൽക്കുമ്പോൾ UPക്ക് 46 രൂപ കൊടുക്കുന്നു, കേരളത്തിന് 21 ഉള്ളൂ. ബീഹാറിന് 70 രൂപ കൊടുക്കുന്നു, കേരളത്തിന് 21 ഉള്ളൂ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമായ കാരണത്താലാണ് ഇത് ചെയ്യുന്നത്. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വിവേചനപരമായ ഭരണഘടനാ വിരുദ്ധമായ നിലപാടിനെതിരായി ഒരക്ഷരം പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ തനത് വരുമാനം പരമാവധി വർദ്ധിപ്പിച്ചു. ഞാൻ കണക്കിലേക്കൊന്നും പോകുന്നില്ല. ഈ തനത് വരുമാനത്തിൻ്റെ വർധനവുള്ളത് കൊണ്ട് കേരളം പിടിച്ചു നിൽക്കുന്നു. പക്ഷേ കേന്ദ്രം ഇത്ര ഗുരുതരമായ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നാം ഒരുമിച്ച് നിൽക്കണ്ടേ ഈ കേരളത്തെ സംരക്ഷിക്കാൻ? അതിനുവേണ്ടിയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവസാനഘട്ട ഒരു നിർവാഹവുമില്ലാത്ത സാഹചര്യത്തിൽ സമരം ചെയ്തത്. ആ സമരത്തിന് നിങ്ങൾ കൂടെ നിൽക്കണമായിരുന്നില്ലേ? നിങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നോ? ഇവിടെ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് സംസാരിച്ചു. നമുക്ക് ഒരുമിച്ചൊരു സമരത്തിന് തയ്യാറാകണം, ഞങ്ങൾ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു പോയി. ആലോചിച്ച് പറഞ്ഞത് ഞങ്ങൾ സമരത്തിന് വരുന്നില്ല എന്നാണ്. മാസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചു സമരം. എന്നാൽ കർണാടകം 2 ദിവസം മുമ്പാണ് സമരം നിശ്ചയിക്കുന്നത്. അവർക്ക് ഇതേ പ്രശ്നമുണ്ട്. BJP ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രശ്നമുണ്ട്. കർണാടകം 5-ാം തീയതി തീരുമാനിക്കുന്നു, 7-ാം തീയതി സമരം ചെയ്തു. കേരളത്തെക്കാൾ മുമ്പാവാൻ വേണ്ടി 1 ദിവസം മുമ്പ് സമരം ചെയ്യുന്നു. നല്ല കാര്യം. ആ സമരം നടന്നപ്പോൾ ഇതേ കാര്യമല്ല അവർ ഉന്നയിച്ചത്. നിങ്ങൾക്ക് കർണാടക സമരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കർണാടകയിൽ ഞങ്ങൾ ചേരാനൊന്നുമില്ല. കർണാടകത്തിൽ വിട്. കേരളത്തിൽ നിങ്ങൾ ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്തു? ഈ കേരളത്തിൽ നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കണമായിരുന്നില്ലേ? നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, ഇത്ര ഐതിഹാസികമായ സമരം മോദി സർക്കാരിൻ്റെ സാമ്പത്തിക ഫാസിസത്തിനെതിരായും അധികാര ഹുങ്കിനെതിരായും BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള വിവേചനം തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഐതിഹാസികമായ സമരമാണ് ഇന്ദ്രപ്രസ്ഥം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിച്ചു. 14 പാർട്ടികൾ പങ്കെടുത്തു. ഡൽഹി, പഞ്ചാബ്, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുത്തു. ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അതിൽ പങ്കെടുത്തു. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ അതിൽ പങ്കെടുത്തു. നിങ്ങൾ മാത്രമാണ് അതിൽ പങ്കെടുക്കാതിരുന്നത്. എന്നാൽ കർണാടക സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും അവർ പറഞ്ഞത് കേരളത്തിൻ്റെ സമരം ന്യായമാണെന്നാണ്. അവർ ന്യായമാണെന്ന് പറഞ്ഞ സമരത്തിലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞെന്തറിയോ? കർണാടകത്തിലെ സമരത്തിൽ കേരളത്തിലെ സമരത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ സമരമല്ല ഈ സമരം, ആ സമരമല്ല ഈ സമരം. പിന്നെ ഏത് സമര? VD സതീശൻ ആ സമരമല്ല ഈ സമരം എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? കേരളത്തിൻ്റെ ന്യായമായ ഒരാവശ്യം, അത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു. അത് ഭരണകക്ഷിയുടെ മാത്രം ആവശ്യമല്ല, പ്രതിപക്ഷത്തിന് മാത്രം ആവശ്യമല്ല, കേരളത്തിന് ആവശ്യമാണ്. ഈ പൊതുകാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടേ പ്രതിപക്ഷം? അക്കാര്യത്തിൽ നിങ്ങൾ തികഞ്ഞ അലംഭാവം കാണിച്ചു. കേരള വിരുദ്ധ നിലപാടെടുത്തു. 18 MP-മാരുണ്ടല്ലോ അവിടെ പോയിരുന്നിട്ട്. അവരെ ഒന്ന് നിങ്ങൾക്ക് വരാൻ സമയമില്ലെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞു വിടണ്ടേ? അവരെ വിട്ടോ? ഇവിടെ നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ പറയുന്നത് BJP-യുമായി LDF-ന് CPM-ന് രഹസ്യബന്ധമുണ്ട്, ഒരു അന്തർധാരയുണ്ട്. അതെന്താ മനസ്സിലാകുന്നത്? എന്ത് ധാരാന്ന് മനസ്സിലാകുന്നത്? അന്തർധാരയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 9-ാം തീയതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് വന്നു. മഞ്ചേശ്വരത്താണ് ആദ്യത്തെ പരിപാടി. അദ്ദേഹം അവിടെ BJP നേതാക്കന്മാരുമായിട്ടൊരു ചർച്ച നടത്തിയല്ലോ. ആ ചർച്ച എന്ത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ്? ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ? BJP-യുടെ സഹായമില്ലാതെ പല സീറ്റും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ആ അന്തർധാര നിങ്ങളുണ്ടാക്കി.
എന്നിട്ട് BJPയെ സംഘപരിവാറിനെ മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ ഇടതു മുന്നണി അതിന് പ്രഖ്യാപിത നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾ അന്തർധാര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരുത്ത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ കാര്യം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് സംബന്ധിക്കുന്നത്. നവകേരള സദസ്സ് നടത്തി. ഒറ്റ വാക്ക് സർ. നവകേരള സദസ്സ് നടത്തി. ആ നവകേരള സദസ്സിൽ എല്ലാ MLA-മാർക്കും പങ്കെടുക്കാമായിരുന്നു. നിങ്ങളൊരു അവസരം കളഞ്ഞല്ലേ? നിങ്ങളുടെ പല ആളുകൾക്കും ആ അഭിപ്രായമില്ലേ, ഇത് ബഹിഷ്കരിച്ചത് തെറ്റായിപ്പോയി എന്ന അഭിപ്രായമില്ലേ? അത് വേറെ കാര്യം പോട്ടെ. പക്ഷേ നിങ്ങളെന്താ ചെയ്തത്? കല്ലെറിയാനും ഷൂ എറിയാനും ആഹ്വാനം ചെയ്തു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അടിക്കും കല്യാശ്ശേരിയിൽ വന്ന് അടിക്കും. പറവൂർ അടിക്കാൻ പറ്റും, ഇതിനുവേണ്ടി കല്യാശ്ശേരി അടിക്കാൻ നടക്കുന്ന കാര്യമാണ് പറയും. വെറുതെ അക്രമത്തിന് പ്രേരിപ്പിച്ചു എന്നാൽ കവിത എന്ത് നേടി? ഇപ്പോൾ 1000 കോടി രൂപ നവകേരള സദസ്സിന്റെ ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയേണ്ട. ഒരു കാര്യം പറഞ്ഞു ഒറ്റ മിനിറ്റ് പറഞ്ഞു. ബേക്കൽ എയർ സ്ട്രിപ്പ് അല്ല, അത് ഇനി വിഷയം പോയി. ബേക്കൽ എയർ സ്ട്രിപ്പ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ബജറ്റിൽ വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കണം. കാസർഗോഡ് വികസന പാക്കേജിൽ കുറച്ചും കൂടി പണം അനുവദിക്കാൻ തയ്യാറാകണം. പിന്നെ അതുപോലെ തന്നെ പൂരക്കളി അക്കാദമി, ഗോവിന്ദഭായ് മെമ്മോറിയൽ ആവശ്യമായ പണം നീക്കി വെക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ബജറ്റിനെ പിന്തുണക്കും സർ.